ഇപ്പോൾ കെ രാഗേഷ് മാധ്യമങ്ങളെ കാണുന്നു. ദൃശ്യങ്ങളിലേക്ക് പറയുകയും ചെയ്തതാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പാർട്ടിയെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ വി കുഞ്ഞികൃഷ്ണന് സാധിക്കില്ല എന്നുള്ള കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആ ഘട്ടത്തിൽ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റിയത്. അദ്ദേഹം ആക്ഷേപിക്കുന്ന എന്താ? പരാതി ഉന്നയിച്ച എന്നെയും ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി. ജനാധിപത്യ കേന്ദ്രീകരണ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. അപ്പൊ കേന്ദ്രീകൃത നേതൃത്വത്തിന്റെ ഗൈഡൻസിന് വിധേയമായിട്ടാണ് പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യം. അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കോടിയേരി പറഞ്ഞ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്ത്, അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അന്ന് പാർട്ടി ആ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ ലേഖകൻ അദ്ദേഹം ഈ ഇന്റർവ്യൂ നടത്തുന്ന ഘട്ടത്തിൽ ശ്രീ വി കുഞ്ഞികൃഷ്ണനെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാ വി കുഞ്ഞികൃഷ്ണൻ രംഗത്ത് വന്നിരിക്കുന്നു. ഏഷ്യാനെറ്റിന് CPIM-നെതിരായിട്ട് ആരെങ്കിലും ഒരാൾ എന്ത് വിളിച്ചു പറഞ്ഞാലും അവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആവും. എന്നാൽ പാർട്ടിക്കുള്ളിൽ നിൽക്കുമ്പോൾ, പാർട്ടി നിലപാടുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവരൊക്കെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്. പക്ഷെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എങ്ങനെ ആയിക്കൂടാ എന്നതിന്റെ ഉദാഹരണമായിട്ടാണ് യഥാർത്ഥത്തിൽ കുഞ്ഞികൃഷ്ണൻ ഇപ്പൊ നിൽക്കുന്നത്. പാർട്ടിയുടെ സംഘടനാ തത്വം, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPIM. ആ സംഘടനാ തത്വം അനുസരിച്ച് ന്യൂനപക്ഷം ഭൂരിപക്ഷ തീരുമാനം നടപ്പിൽ വരുത്തണം. ഇവിടെ ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തത് ന്യൂനപക്ഷ ഭൂരിപക്ഷ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല. എല്ലാ തീരുമാനങ്ങളും ഏകകണ്ഠമായ ഐക്യകണ്ഠേനയുള്ള തീരുമാനങ്ങളായിരുന്നു. പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ മേൽപ്പറഞ്ഞ തീരുമാനങ്ങൾ, നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണം.